ആ എടാ നവാസേ, പശുവിനെ കാണാനേ, പശുവിനെ മാത്രമല്ല ഓണറേയും കാണണം. ഞാനും കുടുംബത്തിനും കത്തും. അപ്പോൾ പറഞ്ഞു 45,000 രൂപ. എന്നത് വടകര പശു എന്നാ? ഏടാ കുറേ പശുക്കളെ കണ്ടിട്ടുണ്ടേ. ആ എടേ വടകര പശു 45 മതി. ബാല് കുറേ പശുവിനെ വളർത്തിയിട്ടുണ്ടേ. ഓ ഇവിടെ വില്വാദി പശു വളർത്തിയിട്ടുണ്ടാ, ചെറുവള്ളി പശു ഉണ്ട്, കാസർഗോഡ് കുള്ള വളർത്തിട്ടുണ്ടാ, പിന്നെ ഹൈറേഞ്ച് കുള്ള വളർത്തിട്ടുണ്ടാ. എത്ര തന്നെ പശുക്കളെ പാല് വളർത്തിട്ടുണ്ടെന്നറിയാം. അതുകൊണ്ട് നീ കൂടെ സംസാരിക്കണ്ട. ആ ഇവിടെ ഒരു ഷെഡ് കെട്ടണം, പശുവിനെ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. ഓക്കെ. ആ കമ്മീഷനൊക്കെ പിന്നെ തരാം. ഇടയിൽ കൂടെ കാണാം കമ്മീഷൻ. ശരിടാ, ഓക്കെ. ആ ഓക്കെ ഓക്കെ. അല്ല ബാലു, ഈ പണ്ടുള്ളവർ പറയേ നമുക്കൊരാളോട് ശത്രുത ഉണ്ടെങ്കിൽ അയാൾക്കൊരു പശുവിനെ വാങ്ങിച്ചു കൊടുത്താൽ മതി, അയാളുടെ കാര്യത്തിലൊരു തീരുമാനമാകും. പാടാണ് വളർത്താൻ. അതാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? തീരുമാനമായോ പശുവിനെ മേടിക്കാൻ? പോയി റെഡിയാക്കി. ഓക്കെ. അപ്പൊ അതിന് ഈ വൈക്കോലൊക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതിപ്പോ ഓഫീസിൽ പോകുമ്പോൾ കൂടി വൈക്കോലും കൂടെ വാങ്ങി മാറ്റോണ്ട് വരണം. തിരിച്ചു വരുമ്പോ രാവിലെ ഈ പറമ്പിൽ കൊണ്ടേ കെട്ടണമെങ്കിലോ? എടാ എത്ര മണിക്ക് ഓഫീസിൽ പോടാ? ഞാൻ 9 മണിക്ക് പോകും. ഒരു 7 മണിയാകുമ്പോൾ പശുവിനെ പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ട് തിരിച്ചു വന്ന് കുളിച്ചിട്ട് അങ്ങ് വെക്കോ. വൈകുന്നേരം ആര് കിട്ടും? അഴിച്ചു കിട്ടണ്ടേ? എത്ര മണിക്ക് വരും ഓഫീസിൽ നിന്ന്? 5 മണി. 5 മണിക്ക് വരുമ്പോ പശുവിനെ കൂടെ അഴിച്ചു വാടാ. അല്ല അപ്പൊ വൈകുന്നേരം മീറ്റിംഗ് വല്ലതും വന്നാലാ? കൃത്യസമയത്ത് എത്തിയിരിക്കണം. കാരണം മിണ്ടാപ്രാണിയാണ്, അതിനായിട്ട് വിഷമിപ്പിക്കരുത്. അതിന്റെ മനസ്സ് വിഷമിച്ചാൽ നമുക്കാണ് അതിന്റെ ദോഷം. വരാൻ പറ്റിയില്ലെങ്കിലാ? വരാൻ പറ്റിയില്ലെങ്കിൽ ക്യാഷ് ഒഴിച്ചു കിട്ടും. എന്ത് കുഴപ്പം? പിന്നെ നല്ലത് തന്നെ, മിണ്ടാപ്രാണിയെ ശുശ്രൂഷിക്കണം, നല്ലത് തന്നെ, പുണ്യം കിട്ടും. അപ്പൊ ഈ 2 നേരം അതിന് വെള്ളവും തീറ്റയൊക്കെ കൊടുക്കണമല്ലോ, അതാരും കൊടുക്കും? വെച്ചോക്കളെ മക്കൾ കൊടുക്കൂലേ? ഒന്നും വേണ്ട, ഇത്തിരി കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി പുളിയങ്കുരും ഇത്തിരി പിണ്ണാക്കൊക്കെ ഇട്ട് കളിക്കാൻ കൊടുത്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ആ ഓ, അപ്പൊ ഈ ഉച്ചയ്ക്ക് കറക്കുന്നതിന് മുന്നേ ആണല്ലോ അതിനെ കുളിപ്പിക്കുന്നത്? നാഴിക്ക് 40 ഓഫീസിൽ ഇവിടെ വരുമല്ലോ, വെള്ളം കുടിക്കാനും ചോറുണ്ണാനൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഓസ് വെച്ച് ഒന്ന് അടിച്ചാൽ പോരെ, ഒന്ന് വൃത്തിയാക്കി എടുത്താൽ പോരെ. പിന്നെന്തോന്ന്, ഇതൊക്കെ വലിയ ആന കാര്യമാണോ? കുടിയാ നീ കുളിപ്പിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ. ഈ പാല് നമുക്ക് ഇത്രയും പാല് കിട്ടൂലേ? പാല് ഇത്രയും നമുക്ക് എല്ലാവരും കൂടെ കുടിച്ചാലൊന്നും തീരുന്നില്ലല്ലോ. അപ്പൊ പാല് നമ്മൾ എന്തായാലും കുറച്ച് പുറത്ത് കൊടുക്കേണ്ടി വരും. അടുത്തുള്ളവരൊക്കെ വന്ന് മേടിച്ചോളും. പുറത്ത് ദൂരെയുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കണം, കടയിലാണെങ്കിൽ കൊണ്ടേ കൊടുക്കുകയൊക്കെ വേണം. ഇതാരും കൊടുക്കും? എന്റെ മക്കളൊക്കെയല്ലേ, മക്കളെ പഠിത്തത്തിനിടയിൽ കുറച്ച് സമയം പാല് കൊടുക്കാൻ വേണ്ടി പോട്ടാ. ഞാനാ എന്ത് പാല്? എന്ത് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പൈസ ഉണ്ടാക്കണേ. അച്ഛനും പണ്ട് വീട്ടിൽ പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ. പിന്നെന്തോന്ന്, പാല് കൊണ്ട് കൊടുക്കാൻ മടിയാണ്? അത് നാണക്കേടാണോ? വലിയ ഫാമിലി ആയതുകൊണ്ട് പാല് കൊണ്ട് കൊടുക്കാൻ നാണക്കേടാണോ? കൊടുക്കാം. ഈ പാൽക്കാരി പെണ്ണ് അപ്പൊ ശരിക്കും നിങ്ങളുടെ റോൾ എന്താണ് ഇതിനകത്ത്? എന്റെ റോൾ എന്തോ, നിങ്ങൾ പാല് കൊടുക്കൂലേ, അവിടുന്ന് പൈസ വാങ്ങിക്കണം, അത് തന്നെ എന്റെ റോള്. പശുവിനെ വാങ്ങിക്കാനും പശുവിന് വേണ്ടി കഷ്ടപ്പെടാനും ഞങ്ങളെല്ലാവരും, കാശ് മേടിക്കാൻ മാത്രം നിങ്ങൾ. കൊള്ളാം. എടി നിങ്ങൾ പാല് കൊടുക്കുന്നില്ലേ, നിങ്ങൾ പോയ പൈസ കിട്ടൂല, ഞാൻ പോയ വരട്ടിയെങ്കിലും വാങ്ങിക്കും. പിന്നെ മാക്സിമം പാല് ഞാൻ കുടിക്കും. പിന്നെ തൈരും മോരും വേർതിരിക്കും. അല്ല നിനക്ക് വേർതിരിക്കാം, ഞാൻ മത്ത് വാങ്ങിച്ചു തരാം. എന്ത് മത്ത് കടഞ്ഞ് തൈരും മോരും വേർതിരിച്ചൊക്കെ അറിഞ്ഞൂടെ എനിക്ക്? പിന്നെ എനിക്ക് നല്ലോണം വേർതിരിക്കാൻ. ചാണകത്തിന്റെ കേസ് പറഞ്ഞാൽ നീ ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ തൊഴുത്ത് വൃത്തിയാക്കണം. കാരണം നമ്മൾ ചാണകം വൃത്തിയാക്കിയില്ലെങ്കിൽ പശു ഇൻഫെക്ഷൻ അടിക്കും. അതിന് വേണ്ടി ഒരു കുഴി ഞാൻ തന്നെ കുഴിക്കാം. വേണ്ട, ഞാൻ ഇതിന് വെറുതെ കഷ്ടപ്പെടണേ. ആളെ വിട്ട് ഞാൻ വലിയൊരു കുഴി കുഴിച്ചു തരാം, അതിലിട്ടാൽ മതി. ഇനി പശുവുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വേറെ നിനക്ക് നീ വീട്ടിൽ പണ്ട് പശുവിനെ കറക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നീ പശുവിനെ കറന്നോ, കറവക്കാരന്റെ പൈസ എങ്കിലും ലാഭിക്കാം. അല്ല പിന്നെ നല്ല ഐഡിയ. കാശ് കൊടുത്ത് പശുവിനെ മേടിച്ച് പശുവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വടകര പശുവിനെ പാലും മോലും തൈരും ഒക്കെ ഞാൻ കുടിപ്പിക്കാം നല്ലോണം. നീ ഒരു ഗ്ലാസ് പാല് കുടിച്ചോ? അച്ഛാ ഇത് ഭയങ്കര ചെയ്തായി പോയിട്ടാച്ചാ. ഞങ്ങള് തീരെ മണ്ടന്മാരാക്കല്ലേ അച്ഛാ? അഹങ്കാരം കാണിക്കല്ലേ നീ, അഹങ്കാരം കാണിക്കല്ലേ. അറിയാല്ലേ, കഷ്ടപ്പെട്ടെടുത്ത് വളർത്തിയാണ്, അഹങ്കാരം കാണിക്കല്ലേ. തീരെ മണ്ട ആരെ മണ്ടനടാക്കിയത്? ആരെ മണ്ടനടാക്കിയത്? നിങ്ങളിപ്പൊ ചുളുവിന് വടകര പശുവിനെ പാല് കുടിക്കണ്ട. ചുളുവിനാ? എടി പൈസ ഇവിടെ മുഖ്യം, ആശയമാണ്. ആശയം എന്റെ തല ഉദിച്ചാണ്, നിന്റെ തലയല്ല. റോക്കറ്റ് കത്തിച്ച് വിടണമല്ല, റോക്കറ്റ് ഉണ്ടാക്കണം, അത് കണ്ടുപിടിക്കാനാണ് വില. അറിയാം എന്നെ മണ്ടിയാക്കല്ലേട്ടാ, കൂടുതൽ മണ്ടിയാവൊന്നും വിചാരിക്കാൻ വേണ്ടട്ടാ. പറഞ്ഞേക്കാ ഞാൻ കൊറേ ക്ഷമിക്കുന്നു, കൊറേ കയറി കയറി പോവാണ്. എന്താണിത്? പശുവിനെ വാങ്ങാൻ 5 പൈസ ഞാൻ തരത്തില്ല, പറഞ്ഞേക്കാം. എടി സ്വന്തം മക്കൾക്ക് പോഷകാഹാരമാക്കാൻ വേണ്ടി 10,000 രൂപ മുടക്കാൻ പറ്റാത്ത നീ എവിടത്തെ തള്ളേടി? എവിടത്തെ തള്ള? കള്ളൻ, പരമകള്ളനാണ് നിങ്ങൾ. കള്ള കുട്ടമ്പിള്ള. ബാലു പശുവിനെ വാങ്ങിയില്ല, കെട്ടിയില്ല, കറന്നില്ല, അപ്പത്തേക്കും കലിപ്പ് തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയട്ടെ, പശുവിനെ വാങ്ങിത്തരും, അതിനെ പരിപാലിച്ച് അതിന്റെ പാല് കറന്നെടുത്ത് കടയിൽ കൊണ്ട് വിറ്റ് കാശ് കൊണ്ട് ഇവിടെ വന്നേക്കണം. അയ്യോ എഞ്ചിനീയർ ഇക്കണ്ട വർക്ക് മൊത്തം എടുത്തത് എന്നെ വിശ്വസിച്ചിട്ടാണ്. ഞാൻ ഇപ്പൊ നിനക്ക് പാല് കൊണ്ട് വിൽക്കാൻ നടക്കാനാ? പാല് കൊണ്ട് വിൽക്കാൻ നടക്കണ്. പാല് കൊണ്ട് വിൽക്കും. ആരെന്നറിയാമോ? പഴവല കുട്ടമ്പിള്ള. അങ്ങേരെ വിളി. അങ്ങേര് പശുവിനെ കറന്ന് ലോകം മൊത്തം നടന്ന് പാല് വിറ്റ് പൈസ ചൂടും വ്യാപിക്കും. മുളകை ആണോ? അങ്ങനെയാണെങ്കിൽ ചാണകം വരെ മാധവ് തമ്പി പോവും.
എടീ പടവലം കൊള്ളി നിന്നെ കൈ കിട്ടണ്ടല്ല. നീ വാടി പാല് കുടിപ്പിക്കാടി. എടി കുട്ടാമ്പള വിളിയടി പാല് വിൽക്കാൻ പോയി. വിളിയടി. നീ എന്റെ അച്ഛൻ ചാണകം പറഞ്ഞടി. അങ്ങനെ വായു മതി പിടിക്കണം. നാട്ടുകാരി ഇവിടെ പറയണതൊക്കെ യവനൊക്കെ മുടിഞ്ഞ ആരോഗ്യമാണ്. ഇനി ഇടകൂടെ ഞാൻ വടകര പശുവിന്റെ പാലും കൂടെ വാങ്ങിച്ചു കൊടുക്കാം. കൈ കിട്ടിയാണല്ലോ.